കഥയാരംഭിക്കുന്നത് ലിറ്റിൽ ഇറ്റലി എന്ന നഗരത്തിൽ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തങ്ങളെങ്ങനെയാണ് പ്രണയത്തിലായത് എന്ന് പറഞ്ഞു തുടങ്ങുന്നിടത്താണ് എല്ലാം ആരംഭിച്ചത്. അവർ കുട്ടികളായിരുന്നപ്പോഴായിരുന്നു. പെൺകുട്ടിയുടെ പേര് നിക്കി എന്നും ആൺകുട്ടിയുടേത് ലിയോ എന്നുമാണ്. വളരെ അടുത്ത ബന്ധമുള്ള രണ്ട് ഇറ്റാലിയൻ അമേരിക്കൻ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് അവർ. അവരുടെ പിതാക്കന്മാരായ സാലും വിൻസും അടുത്ത സുഹൃത്തുക്കളാണ്. അമ്മമാരായ ഡോറയും അമീലിയയും അതുപോലെ തന്നെ വളരെ അടുപ്പത്തിലുള്ളവരാണ്. അവരുടെ കുടുംബങ്ങൾ അത്രമേൽ അടുത്തിടപഴകിയിരുന്നവരായിരുന്നു. പരസ്പരമെല്ലാം പങ്കുവെക്കുകയും ഒരുമിച്ച് സമയം ചിലവഴിക്കുകയും ചെയ്തിരുന്നവർ. നിക്കിയും ലിയോയും കൈക്കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ മുതൽ പരസ്പരം അറിയാം. അവർ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എല്ലാം ഒരുമിച്ച് ചെയ്തിരുന്ന അവരെ അവരുടെ വികൃതികളും പ്രശ്നങ്ങളുണ്ടാക്കലും എല്ലാം കാരണം അയൽവക്കക്കാർ വിളിച്ചിരുന്നത് ലിറ്റിൽ ഇറ്റലിയിലെ വിനാശകാരികൾ എന്ന പേരിൽ പോലുമായിരുന്നു. കൗമാരപ്രായമായതോടെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു. നിക്കിക്ക് ലിയോയോട് ഒരിഷ്ടം തോന്നിയിരുന്നു. പക്ഷെ അവളുടെ മുത്തശ്ശി മാത്രമേ അത് ശ്രദ്ധിച്ചുള്ളൂ. ഒരിക്കൽ മുത്തശ്ശി നിക്കിയോട് പറഞ്ഞു, ഒരു പുരുഷനിൽ നിന്ന് സ്നേഹം ഇങ്ങനെ പിടിച്ചു വാങ്ങാൻ നോക്കരുത്. അതോടെ നിക്കി തന്റെ ഇഷ്ടം ഉള്ളിലൊതുക്കി. കാരണം ലിയോ അവളെ ഒരു സുഹൃത്തായി മാത്രമേ കാണുന്നുള്ളൂ എന്നായിരുന്നു അവൾ കരുതിയത്. അവരുടെ അച്ഛന്മാർ തമ്മിൽ വലിയ അടുപ്പത്തിലായിരുന്നെന്ന് പറഞ്ഞല്ലോ. അവരൊന്നിച്ച് അവരുടെ ആ പരിസര പ്രദേശത്ത് വളരെ ഫേമസ് ആയ ഒരു പിസ്സ ഷോപ്പ് നടത്തിയിരുന്നു. ഫ്രാങ്കയുടെ രഹസ്യമായ സോസും കാർലോയുടെ രുചികരമായ ബ്രെഡും കാരണമാണ് അവരുടെ പിസ്സ അത്രമാത്രം പ്രശസ്തമായത്. അങ്ങനെയാണ് ആ പ്രദേശത്തൊരു പിസ്സ മത്സരം വരുന്നത്. അതിൽ പങ്കെടുക്കാൻ ആവേശത്തോടെ ലിയോയുടെയും നിക്കിയുടെയും പാരന്റ്സ് എത്തി. മത്സരത്തിൽ അവർ വിജയിച്ചെങ്കിലും മത്സരത്തിന് ശേഷം അവരുടെ പാരന്റ്സ് തമ്മിൽ എന്തോ ഒരു കാര്യത്തിൽ വാക്കുതർക്കമുണ്ടായി. ഇന്നും ഏറെ രഹസ്യമായിട്ടാണ് അന്നെന്താണ് നടന്നത് എന്നത് സൂക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ആ ഒരു കാര്യത്തോടെ ആ രണ്ട് സുഹൃത്തുക്കൾ കൊടിയ ശത്രുതയിലായി. അവരുടെ ഭാര്യമാർക്ക് പോലും എന്താണ് സംഭവിച്ചതെന്നറിയില്ലായിരുന്നു. രണ്ട് കുടുംബങ്ങളും തമ്മിൽ സംസാരിക്കുന്നത് പോലും വിലക്കപ്പെട്ടു. അതുമൂലം നിക്കിയുടെയും ലിയോയുടെയും സൗഹൃദത്തിലും മാറ്റം വന്നു. പക്ഷേ ലിയോയോടുള്ള നിക്കിയുടെ ഇഷ്ടം മാത്രം മാറിയില്ല. വർഷങ്ങൾ കടന്നുപോയി. നിക്കി ഇപ്പോൾ ലിറ്റിൽ ഇറ്റലിയിലല്ല താമസം. അവൾ സുന്ദരിയായ ഒരു യുവതിയായിരിക്കുന്നു. ലണ്ടനിൽ ജോലി ചെയ്യുന്ന പ്രശസ്തിയായ ഒരു ഷെഫ് ഒരു ഇൻസ്ട്രക്ടറുടെ കീഴിൽ മികച്ച ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഷെഫാവാൻ വേണ്ടി അവൾ ട്രെയിനിങ്ങിലാണ്. അവളുടെ ബോസ് കൊറിൻ എന്ന കർക്കശക്കാരിയായ ഇൻസ്ട്രക്ടർ പുതിയൊരു റെസ്റ്റോറന്റ് തുടങ്ങുന്നുണ്ടായിരുന്നു. നിലവിൽ മികച്ച ട്രെയിനീസായി കൊറിൻ തിരഞ്ഞെടുത്ത രണ്ട് ഷെഫുകളിൽ ഒരാളായി നിക്കി മാറിയിരുന്നു. നിക്കിയോടും കൂടെയുള്ള മറ്റൊരു ഷെഫിനോടും അവർ പുതുതായി തുടങ്ങാൻ പോകുന്ന റെസ്റ്റോറന്റിലെ മെനു തയ്യാറാക്കാൻ അവർ ആവശ്യപ്പെട്ടു. അതൊരു മത്സരം പോലെ കാണണം. അതിൽ ആരാണോ മികച്ച മെനു തയ്യാറാക്കുന്നത് അവർക്ക് തുടങ്ങാൻ പോകുന്ന പുതിയ റെസ്റ്റോറന്റിലെ പ്രധാനപ്പെട്ട ഷെഫ് സ്ഥാനം ലഭിക്കും. നിക്കിക്കാണെങ്കിൽ അപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നു. അവളുടെ സ്റ്റുഡന്റ് വിസ കാലാവധി തീരാറാവുകയാണ്. വർക്ക് വിസ എടുത്തുകൊണ്ട് അവൾ മടങ്ങി വരണം. അതിനുവേണ്ടി അവൾക്ക് കാനഡയിലേക്കും ലിറ്റിൽ ഇറ്റലിയിലേക്കും തിരികെ പോവേണ്ടതുമുണ്ട്. സ്വാഭാവികമായും നിക്കിക്ക് അതിൽ തീരെ സന്തോഷം തോന്നിയിരുന്നില്ല. സാലും വിൻസും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം അവൾക്ക് അങ്ങോട്ടേക്ക് പോവാൻ പോലും താല്പര്യമില്ല. ലിറ്റിൽ ഇറ്റലിയിൽ പോയി എത്രയും വേഗം തിരികെ പോരണം എന്നാണ് ഇപ്പോൾ അവൾ ആഗ്രഹിക്കുന്നത് പോലും. പക്ഷെ അവൾ വരുന്നുണ്ടെന്ന വാർത്ത അറിഞ്ഞപ്പോ അവൾ എല്ലാം കഴിഞ്ഞ് തിരികെ കുടുംബത്തിലേക്ക് മടങ്ങി വരികയാണ് എന്നായിരുന്നു അവളുടെ കുടുംബം ചിന്തിച്ചത്. ഇതേ സമയം ലിയോ ആകട്ടെ ഇപ്പോഴും ലിറ്റിൽ ഇറ്റലിയിൽ തന്നെ തുടരുകയാണ്. തന്റെ കുടുംബത്തിന്റെ പിസ്സ ഷോപ്പിൽ ഡെലിവറി ബോയായും ചെറിയ കുക്കായും അവൻ ജോലി ചെയ്യുന്നു. അവന് ലിറ്റിൽ ഇറ്റലി ജീവനാണ്. അവിടം വിട്ട് പോവാൻ അവൻ ഉദ്ദേശമേയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തെക്കാൾ വലുതായി ഒന്നും തന്നെയില്ല. അച്ഛന്റെ കൂടെ ജോലി ചെയ്യുന്നതിന് പുറമെ സുഹൃത്തായ ലൂയിജിയുടെ ബാറിലും അവൻ ചെറിയ ജോലി ചെയ്യുന്നുണ്ട്. മാത്രമല്ല ലൂയിജിയുടെ കൂടെ മറ്റൊരിടത്താണ് അവൻ താമസിക്കുന്നതും. ലിയോയുടെയും നിക്കിയുടെയും അച്ഛന്മാർ തമ്മിലുള്ള വഴക്ക് കാരണം അവരുടെ പിസ്സ ബിസിനസ്സിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിസ്സയിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് ലിയോ വിചാരിക്കുന്നുണ്ടെങ്കിലും വാശിക്കാരനായ അവന്റെ അച്ഛൻ വിൻസ് അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. നിക്കി അങ്ങനെ ഒടുവിൽ ലിറ്റിൽ ഇറ്റലിയിലേക്ക് വന്നു ചേർന്നു. തന്റെ സുഹൃത്തായ ജീനയെ കണ്ടു. നിക്കിയുടെ കൈവശം ചെറിയൊരു ലഗേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ടതും ജീന പറഞ്ഞു, നീ സ്ഥിരമായി താമസിക്കാൻ വന്നതല്ലെന്നറിഞ്ഞ നിന്റെ വീട്ടുകാർക്ക് വിഷമമാകും. പക്ഷേ നിക്കിക്ക് അത് വലിയ കാര്യം പോലുമായിരുന്നില്ല. ജീന മനഃപൂർവ്വം നിക്കിയെ ലിയോ ജോലി ചെയ്യുന്ന പുതിയ ബാറിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് നിക്കിയുടെ പുതിയ കാമുകനെ കുറിച്ച് അവളുടെ സുഹൃത്തുക്കൾ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അവൻ ധനികനും പ്രശസ്തനുമാണ്. അവൻ കാരണം നിക്കി വോക്ക് മാഗസിന്റെ കവറിൽ വരെ വന്നിട്ടുണ്ട് എന്നവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചിരുന്നു. ഇതേ സമയം ലിയോ
തൊട്ടപ്പുറത്തെ ടേബിളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ബാറിൽ വെച്ച് ലിയോ നിക്കിയെ കണ്ടെങ്കിലും പെട്ടെന്ന് അവളെ അവന് മനസ്സിലായില്ല. നിക്കിയാണെങ്കിൽ അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റൊരു സ്ത്രീയോടൊപ്പം അവൻ സമയം ചിലവഴിക്കുന്നത് കണ്ടപ്പോ നിക്കിയുടെ ഉള്ളിൽ ഒരു വേദന തോന്നി. ലിയോയോടുള്ള ഇഷ്ടം അപ്പോഴും അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ലിയോ നിക്കിയെ തിരിച്ചറിഞ്ഞു. പഴയ നിക്കിയിൽ നിന്നുള്ള അവളുടെ മാറ്റം കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. നിക്കി ആദ്യം അവനോട് താല്പര്യം കാണിച്ചില്ലെങ്കിലും താമസിയാതെ അവർ പഴയതുപോലെ തമാശകൾ പറഞ്ഞു തുടങ്ങി. പിന്നാലെ പഴയ കളിക്കാര്യമൊക്കെ പറഞ്ഞ് ലിയോക്ക് നന്നായി ഫുട്ബോൾ കളിക്കാൻ അറിയില്ല എന്ന മട്ടിൽ നിക്കി വെല്ലുവിളിച്ച് സംസാരിച്ചതും അവരൊരു ഫുട്ബോൾ കളിക്കിറങ്ങി. അവരൊന്നിച്ച് ഫുട്ബോൾ കളിക്കുമ്പോൾ ശക്തമായ മഴ പെയ്തു. ഓരോ തവണ ഗോൾ വരുമ്പോഴും നിക്കി മദ്യപിക്കണം. ഇരുവരും അങ്ങനെ വാശിയോടെ കളിച്ച് നല്ല രീതിയിൽ മദ്യപിച്ചു. കുറെ കാലത്തിനു ശേഷം നിക്കി അത്രമേൽ സന്തോഷവതിയായത് അപ്പോഴായിരുന്നു. അവിടെ തമാശയും ചിരികളികളും ഒക്കെ നിറഞ്ഞു നിന്നിരുന്നു. ഒടുവിൽ നിക്കി മദ്യപിച്ച് വല്ലാതെ മതോന്മത്തിയായി. ലഹരിയിൽ ലിയോയെ ചുംബിക്കാൻ തുടങ്ങിയെങ്കിലും അവൾ ബോധരഹിതയായി. അടുത്ത ദിവസം രാവിലെ ഒരു അപരിചിതമായ മുറിയിൽ വെച്ചാണ് നിക്കി ഉണരുന്നത്. അവിടെ ലൂയിജ് വസ്ത്രം മാറുന്നത് കണ്ട് അവൾ പേടിച്ചു. എന്നാൽ തങ്ങൾ ഒരുമിച്ചല്ല ഉറങ്ങിയതെന്നും അത് ലിയോയുടെ മുറിയാണെന്നും ലൂയിജ് പറഞ്ഞു. ലിയോ അവൾക്ക് കോഫി നൽകി. തങ്ങൾ തമ്മിൽ എന്തെങ്കിലും നടന്നു എന്ന് നിക്കി ചോദിക്കുമ്പോ ലിയോ കളിയായി അതേ എന്ന് മറുപടി കൊടുത്തു. ശത്രുപക്ഷത്തുള്ള ഒരാളോടൊപ്പം ഉറങ്ങിയതിൽ താൻ തന്റെ അച്ഛനെ ചതിച്ചു എന്ന് പറഞ്ഞ് നിക്കി സങ്കടം കാണിച്ചു. ഒടുവിൽ അതൊരു തമാശയായിരുന്നെന്ന് ലിയോ പറഞ്ഞറിഞ്ഞപ്പോ അവൾക്കും ഉള്ളിൽ ചെറിയൊരു ചിരി വരാതിരുന്നില്ല. തലേ രാത്രി അവൾ വസ്ത്രം മാറി അപ്പോൾ തന്നെ അവിടെ കിടന്നുറങ്ങിപ്പോയതായിരുന്നു. അവളുടെ അച്ഛൻ പ്രശ്നമുണ്ടാക്കുമെന്ന് പേടിച്ചാണ് അവളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാതിരുന്നത് പോലും ലിയോ വ്യക്തമാക്കി. പിന്നീട് നിക്കി ലിയോയുടെ ഷർട്ട് ധരിക്കുമ്പോ അവൻ കണ്ണിമയ്ക്കാതെ അവളെ നോക്കി നിന്നു. അവൾ എത്ര സുന്ദരിയാണെന്നും അവൾ തന്റെ സുഹൃത്തല്ലെങ്കിൽ ഇപ്പോൾ ആരായിരിക്കും എന്നും അവൻ ചിന്തിച്ചു. താൻ ഇവിടെ വന്ന കാര്യം വീട്ടുകാരറിയരുത് എന്നെനിക്ക് അവനോടായി പറഞ്ഞു. ഇതേ സമയം വിൻസിന്റെ പിസ്സ ഷോപ്പിൽ വലിയ തിരക്കായിരുന്നു. അമീലിയയും ഡോറയും രഹസ്യമായി ഇപ്പോഴും സുഹൃത്തുക്കളാണ്. അവർ ഭർത്താക്കന്മാരുടെ വഴക്കിനെക്കുറിച്ച് സംസാരിച്ച് കളിയാക്കി ചിരിക്കുന്നും മറ്റുമുണ്ടായിരുന്നു. നിക്കി വരുന്നതിൽ ഇരുവരും വലിയ സന്തോഷത്തിലാണ്. നിക്കിയൊടുവിൽ തന്റെ വീട്ടിലെ പിസ്സ ഷോപ്പിലേക്ക് എത്തി. അവളെ കണ്ടതിൽ എല്ലാവർക്കും സന്തോഷമായി. പക്ഷെ വന്നപാടെ അവളുടെ അമ്മ അവളുടെ വിവാഹക്കാര്യം എടുത്തിട്ടു. നിക്കിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് വിൻസിന്റെ റെസ്റ്റോറന്റിൽ ഒരു പ്രശ്നമുണ്ടാകുന്നത്. സാല് ചെയ്ത പ്രശ്നം കൊണ്ട് പോലീസ് വിൻസിനെ അറസ്റ്റ് ചെയ്യുന്നു. അത് കണ്ട് നിക്കിക്ക് അച്ഛൻ ചെയ്ത പ്രവൃത്തിയിൽ ദേഷ്യം തോന്നി. അവളുടെ അച്ഛൻ തന്റെ കടയിലെ ഒരു സ്റ്റാഫിന്റെ സഹായത്തോടെ ലിയോയുടെ അച്ഛൻ വിൻസിന്റെ കടയിൽ കുറച്ച് കഞ്ചാവ് വെച്ചു. അങ്ങനായിരുന്നു അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ലിയോക്കടുക്കൽ ചെന്ന് നിക്കി അതിനുവേണ്ടി ക്ഷമ ചോദിച്ചു. പോലീസ് ഇടപെടലുകൾ നടന്നു. ഫ്രാങ്കയും കാർലോയും അതിലൊക്കെ ഇടപെട്ടിരുന്നു. പിന്നീട് ഫ്രാങ്കയും കാർലോയും രഹസ്യമായി പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടി. മക്കൾ തമ്മിൽ അത്രയേറെ ശത്രുതയിലാണെങ്കിലും അവർ തങ്ങളുടെ പ്രണയം ഇങ്ങനെ തുടർന്നു പോകുന്നുണ്ടായിരുന്നു. അവരും ചില ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയായിരുന്നു. തങ്ങൾ ഒന്നിച്ചാണ്, തങ്ങൾ സ്നേഹത്തിലാണ് എന്ന കാര്യം എല്ലാവരോടും വെളിപ്പെടുത്തണം എന്ന് കാർലോ ആഗ്രഹിച്ചു. എന്നാൽ മകൻ ഇത് എങ്ങനെയെടുക്കും എന്ന ഭയത്തിലായിരുന്നു ഫ്രാങ്ക. തന്റെ പ്രിയപ്പെട്ട മകനെ വേദനിപ്പിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. കാർലോയ്ക്ക് വിൻസിന്റെ കാര്യത്തിൽ അത്ര പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പ്രായമേറുന്ന തനിക്ക് ഇനി കൗമാരപ്രായക്കാരെ പോലെ ഒളിച്ചു നടക്കാൻ വയ്യെന്ന് കാർലോ ഫ്രാങ്കയോട് പറഞ്ഞു. അടുത്ത ദിവസം നിക്കി തന്റെ വില കൂടിയ വസ്ത്രങ്ങൾ മാറി പഴയതുപോലെ ഒരു ടോംബോയ് ലുക്കിൽ ലിയോയുടെ വീട്ടിലേക്കെത്തി. തങ്ങൾക്കിടയിലെ പ്രശ്നത്തിനും പരസ്പരമുള്ള മത്സരത്തിനും ഒരു അന്ത്യം കുറിക്കാൻ ലിയോയെ ഫുട്ബോൾ കളിക്കാൻ ക്ഷണിക്കാനായിരുന്നു അവൾ വന്നത്. അവൾ അവിടെ കാത്തുനിൽക്കുമ്പോ സുന്ദരിയായ മറ്റൊരു യുവതി കൂടി അങ്ങോട്ടേക്ക് വന്നു. വില കൂടിയ വസ്ത്രം ധരിച്ച് വളരെ സ്റ്റൈലിഷായി വന്ന ആ സ്ത്രീയെ കണ്ടപ്പോ നിക്കിക്ക് തന്റെ വേഷവിധാനത്തിൽ ചെറിയൊരു നാണക്കേട് തോന്നാതിരുന്നില്ല. ലിയോ വാതിൽ തുറന്നപ്പോൾ പുറത്തു നിൽക്കുന്ന ഇരുവരെയും നോക്കിക്കണ്ടു. അങ്ങോട്ടേക്കെത്തിയ അണിഞ്ഞൊരുങ്ങി വന്ന ആ സ്ത്രീയെ ലിയോ അകത്തേക്ക് ക്ഷണിച്ചു. കൂട്ടത്തിൽ നിക്കിയെ അവൾക്ക് പരിചയപ്പെടുത്തി. തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്ന് പറഞ്ഞായിരുന്നു പരിചയപ്പെടുത്തൽ. നിക്കിയുടെ മനസ്സിൽ അത് വലിയൊരു ആഘാതം തന്നെ ഏൽപ്പിച്ചു. അങ്ങനൊരു സ്ഥാനമല്ല നിക്കി ആഗ്രഹിച്ചിരുന്നത്. താനിവിടെ അവനൊപ്പം ഫുട്ബോൾ കളിക്കാൻ കാത്തുനിൽക്കുമ്പോ അവൻ മറ്റൊരു സുന്ദരിയോടൊപ്പം സമയം അങ്ങനെ ചെലവഴിക്കാൻ പോകുന്നത് അവളെ ദുഃഖിപ്പിച്ചിരുന്നു. ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്നുപോലും അവൾ ആഗ്രഹിച്ചു പോയി. പിന്നാലെ തന്റെ അച്ഛൻ അവരോട് ചെയ്ത കാര്യങ്ങൾക്ക് മാപ്പ് പറയാൻ അവൾ ശ്രമിച്ചപ്പോ ലിയോ അതൊന്നും കാര്യമാക്കാതെ അവളെ ഡിന്നറിന് ക്ഷണിക്കുക മാത്രമാണ് ചെയ്തത്. ആ ക്ഷണം സ്വീകരിക്കണ്ട എന്നവളുടെ തലച്ചോറ് പറയുന്നുണ്ടെങ്കിലും അവളുടെ ഹൃദയമെടുപ്പ് കൂടിക്കൂടി വന്നു. ഒടുവിൽ അവൾ ആ ക്ഷണം സ്വീകരിച്ചു. അന്ന് വൈകുന്നേരം നിക്കി ലിയോയുടെ വീട്ടിലെത്തുമ്പോൾ അവൻ അവൾക്കായി പിസ്സ തയ്യാറാക്കി
തയ്യാറാക്കുകയായിരുന്നു. അവരുടെ പഴയ നല്ല കാലം ഓർമ്മിപ്പിക്കാനായിരുന്നു അവൻ അത് ചെയ്തത്. നിക്കി അവനെ സഹായിച്ചു. പുതിയ രുചിക്കൂട്ടുകൾ പിസയിൽ അവനായി നിർദ്ദേശിച്ചു കൊടുത്തു. അവർ ഒരുമിച്ച് പാചകം ചെയ്യുന്നതിനിടയിൽ പരസ്പരം തമാശകൾ പറയുകയും വീണ്ടും പഴയ പോലെ അടുക്കുകയും ചെയ്തു. പിസ തയ്യാറായി. അത് രുചിച്ചു നോക്കിയപ്പോൾ അടുക്കളയിലും അവർ തമ്മിൽ മികച്ച പൊരുത്തമുണ്ടെന്ന് അവർക്കിരുവർക്കും തോന്നി. അവരുടെ മാതാപിതാക്കൾ ഉണ്ടാക്കുന്ന പിസയേക്കാൾ വളരെയധികം മികച്ചതായിരുന്നു അത്. ലിയോയുടെ പാചകത്തിലെ മികവ് കണ്ട് നിക്കി സത്യത്തിൽ അത്ഭുതപ്പെട്ടു. ആ സമയം അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ലിയോ പറഞ്ഞു, സ്വന്തമായി ഒരു പിസ്സ ഷോപ്പ് തുടങ്ങുക എന്നതാണ് എന്റെ സ്വപ്നം. പക്ഷേ നിലവിൽ അച്ഛനൊരു പിസ്സ ഷോപ്പ് നടത്തുന്നുണ്ട്. ഞാൻ മറ്റൊന്ന് തുടങ്ങിയാൽ അതൊരു പക്ഷെ അച്ഛനെ വേദനിപ്പിച്ചേക്കും. അച്ഛന്റെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് ഇതുവരേക്കും ഞാൻ അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല. നിക്കിയും താൻ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളെപ്പറ്റി പറഞ്ഞു. അവളുടെ അച്ഛൻ സാലിന്റെ നിരന്തരമായ മത്സരബുദ്ധിയും മാത്രമല്ല ഓരോന്ന് പറഞ്ഞുള്ള ശ്വാസം മുട്ടിക്കലും ഒക്കെ കാരണമാണ് താൻ ഈ ലിറ്റിലിറ്റലി തന്നെ വിട്ടുപോയത്. അവളുടെ ഉള്ളിൽ ഒരു പിസ്സ മേക്കർ ആവുന്നതിനേക്കാൾ അവൾക്കിഷ്ടം ഒരു വലിയ ഷെഫാകാനായിരുന്നു. ആ കുടുംബത്തിൽ ഒതുങ്ങിക്കൂടാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. ലിയോക്ക് നേരെ തിരിച്ചും. അവൻ എല്ലാത്തിനേക്കാളും വലുത് തന്റെ ഫാമിലി മാത്രമായിരുന്നു. അവരിരുവരും അന്ന് കുറെ സംസാരിച്ചു. കണ്ണുകളിൽ നോക്കി ഡാൻസ് ചെയ്തു. ഡാൻസ് ചെയ്യുമ്പോ പണ്ടൊരിക്കൽ അതുപോലെ അവർ ഡാൻസ് ചെയ്ത് ചുംബിച്ചതിന്റെ കാര്യം ലിയോ അവളെ ഓർമ്മിപ്പിച്ചു. പക്ഷേ താൻ അവനെ അത്രയേറെ സ്നേഹിച്ചിരുന്നുവെന്നും നിന്നെ നേരിട്ട് കണ്ട് യാത്ര പറയൽ എനിക്ക് വല്ല വേദനയുണ്ടാക്കുമെന്ന് ഭയന്നാണ് അതുപോലും ചെയ്യാതെ താൻ ലണ്ടനിലേക്ക് പോയത് എന്നും പറയാൻ നിക്കി ആഗ്രഹിച്ചെങ്കിലും അവൾ അത് മനസ്സിലൊതുക്കി. ഡാൻസിനിടയിൽ അവർ അടുത്തു വന്നു. ലിയോ അവളെ ചുംബിക്കാൻ മുന്നിട്ടെങ്കിലും അവൾ പെട്ടെന്ന് ഒഴിഞ്ഞു മാറി. നമ്മളൊരു റിലേഷൻഷിപ്പിലായാലും അതിന് ഭാവിയുണ്ടാവില്ലെന്നും വൈകാതെ താൻ ലണ്ടനിലേക്ക് പോകുമെന്നും അവൾ അവനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ നിന്നിറങ്ങുമ്പോൾ അവളുടെ മനസ്സിന് വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു. ലിയോയും തന്റെ ഫീലിംഗ്സിനെ ഭയപ്പെടുന്നുണ്ടായിരുന്നു. അവനും അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും കുടുംബത്തിനായിരുന്നു അവന്റെ മുൻഗണന. അവിടം വിട്ടുപോകാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. അടുത്ത ദിവസം ഫ്രാങ്കയും കാർലോയും വീണ്ടും കണ്ടുമുട്ടി. അവിടെ വെച്ച് കാർലോ ഫ്രാങ്കയോട് വിവാഹാഭ്യർത്ഥന നടത്തി. ഫ്രാങ്കയ്ക്ക് വലിയ സന്തോഷമായെങ്കിലും തന്റെ മകനെയോർത്തും മരണപ്പെട്ട ഭർത്താവിനോടുള്ള വഞ്ചനയാകുമോ ഇതെന്ന് സംശയിച്ചും കാർലോയോട് മറുപടി പറയാതെ അവിടെ നിന്ന് ഫ്രാങ്ക മടങ്ങി. കാർലോയും ആകെ കൺഫ്യൂഷനിലായി പോയിരുന്നു. നിക്കി വീട്ടിലെത്തിയപ്പോൾ മുത്തശ്ശി സങ്കടപ്പെട്ടിരിക്കുന്നതാണ് കണ്ടത്. എന്താ കാര്യമെന്ന് നിക്കി തിരക്കി. ഫ്രാങ്ക തന്റെ ഭർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മകളിലായിരുന്നു. അവരെങ്ങനെയാ കണ്ടുമുട്ടിയത് എന്നെനിക്ക് ചോദിച്ചപ്പോൾ ഫ്രാങ്ക ആ കഥ പറഞ്ഞു കൊടുത്തു. നിക്കിയുടെ മുത്തച്ഛൻ വലിയൊരു റോമിയോ ആയിരുന്നു. പക്ഷേ ഫ്രാങ്കയെ കണ്ടുമുട്ടിയ ശേഷം അദ്ദേഹം പിന്നീട് മറ്റൊരു പെണ്ണിന്റെയും പുറകെ പോയിട്ടില്ല. ഫ്രാങ്കയെ മാത്രമേ സ്നേഹിച്ചുള്ളൂ. അതൊരു മനോഹരമായ പ്രണയകഥയാണെന്ന് നിക്കിക്ക് തോന്നി. പക്ഷേ തന്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നവൾ ചിന്തിച്ചു. അവൾക്ക് ആ പ്രതീക്ഷയൊക്കെ മങ്ങിയിരുന്നു. അവൾക്ക് ആ സമയം ലിയോയുടെ ഓർമ്മ വന്നു. പക്ഷെ അവർ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവൾക്ക് ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ ലിയോ ആകട്ടെ എന്ത് സംഭവിക്കുന്നോ അത് അതുപോലെ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന വ്യക്തിയാണ്. അവൾ ചിന്തയിലാണ്ടുപോയി. അടുത്ത ദിവസം രാവിലെ ലിയോ താൻ നിക്കിയോടൊപ്പം ഉണ്ടാക്കിയ അതേ പിസ്സ ഒന്നുകൂടി ഉണ്ടാക്കി മുത്തച്ഛനെ രുചിച്ചു നോക്കാൻ കൊടുത്തു. കാർലോക്ക് അത് നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. അവരുടെ ഡിന്നർ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കാർലോ ലിയോയോട് ചോദിച്ചു. നന്നായിരുന്നു എന്നായിരുന്നു ലിയോയുടെ മറുപടി. ലിയോ തന്റെ വികാരങ്ങൾ അടക്കിപ്പിടിക്കുകയാണെന്ന് കാർലോക്ക് മനസ്സിലാവുകയും ചെയ്തു. കാർലോ അവനെ ഉപദേശിച്ചു, ചില കാര്യങ്ങൾ ഒരുപാട് വൈകിപ്പിക്കാൻ പാടില്ല. വൈകുന്നതിനു മുമ്പ് അതിനായി മുന്നിട്ടിറങ്ങണം. നിക്കി ഇവിടെ നിൽക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ താമസിക്കുന്നത് എത്രത്തോളം സന്തോഷമുള്ള കാര്യമാണെന്ന് നീ അവളെ ഓർമ്മിപ്പിച്ചെടുക്കണം. അവൾക്കത് മനസ്സിലാക്കി കൊടുക്കണം. മുത്തച്ഛന്റെ വാക്കുകൾ ലിയോയുടെ ഉള്ളിൽ ഒരു ചിന്തയ്ക്ക് വിത്തിട്ടു. ആദ്യമായി അവൻ അതിനെക്കുറിച്ച് ആലോചിക്കാൻ തീരുമാനിച്ചു. വീട്ടുകാർക്ക് രുചിച്ചു നോക്കാൻ ആ പിസ്സ അവിടെ വെച്ച് അവൻ നിക്കിയെ തേടി ഇറങ്ങി. പിന്നാലെയാണ് ലിയോയുടെ അച്ഛൻ വന്നത്. വിൻസ് ലിയോ ഉണ്ടാക്കിയ പിസ്സ രുചിച്ചു നോക്കി. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. കാർലോ തന്റെ തീരുമാനപ്രകാരം ഫ്രാങ്കയുടെ അടുത്തേക്ക് പോയി. പേടിച്ച് ജീവിക്കാൻ തനിക്ക് വയ്യെന്നും നമുക്കൊരുമിച്ച് ഒരു വീട് വേണമെന്നും അവിടെ രഹസ്യങ്ങളോ ഭയമോ ഇല്ലാതെ ജീവിക്കാമെന്നും കാർലോ ഫ്രാങ്കയോടായി പറഞ്ഞു. എന്താണ് ഫ്രാങ്കയുടെ പ്രശ്നമെന്നും ചോദിച്ചു. തന്റെ മകന്റെ കാര്യവും ഭർത്താവ് മരിച്ചപ്പോൾ താൻ ഇനിയൊരു വിവാഹം കഴിക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നതാണെന്നും തനിക്കൊരു പ്രപ്പോസൽ വരുമെന്ന് താൻ ചിന്തിച്ചിരുന്നേയില്ല എന്നും ഫ്രാങ്ക പറഞ്ഞു. തന്റെ ശേഷിക്കുന്ന ജീവിതം അവളോടൊപ്പം ചിലവഴിക്കണമെന്നാണ് തന്റെ ആഗ്രഹം എന്ന് ഹൃദയസ്പർശിയായി കാർലോ പറഞ്ഞപ്പോ ഫ്രാങ്കയ്ക്ക് പിന്നീട് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. കാർലോയെ വിവാഹം കഴിക്കാൻ ഫ്രാങ്ക തീരുമാനിച്ചു. ഇതേ സമയം നിക്കി തന്റെ ബോസിനായി ഒരു മെനു തയ്യാറാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ലിയോ അവളുടെ മുറിയിലേക്ക് കോണി വെച്ച് കയറി വന്നത്. അവന്റെ കയ്യിൽ ഒരു പിസ്സ ബോക്സ് ഉണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്റെ കൂടെ പുറത്തു വരണമെന്ന് പറഞ്ഞ് ആ പിസ്സ അവൾക്ക് കൊടുത്ത് ലിയോ അവിടുന്ന് തിരിച്ചു. ആദ്യം ഒന്ന് ആശയക്കുഴപ്പത്തിൽ
കുഴപ്പത്തിലായെങ്കിലും ലിയോക്കൊപ്പം പോവാൻ നിക്കി തീരുമാനിച്ചിരുന്നു. അവൾ ആ പിസ ബോക്സ് തുറന്നു. ഹൃദയാകൃതിയിലുള്ള ഒരു പിസയായിരുന്നു അതിൽ. ലിയോക്കടുത്തുള്ള പരിഭവങ്ങൾക്കിടയിലും അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു. ആദ്യമായിട്ടായിരുന്നു അവൻ അത്രയും റൊമാൻറ്റിക്കായി അവളോട് ഇടപഴകുന്നത്. അടുത്ത ദിവസം അവൾ അവനെ കാണാനായിട്ടിറങ്ങി. എങ്ങോട്ടാണ് അവളെ കൊണ്ടുപോകുന്നതെന്ന് അവൻ പറഞ്ഞതേയില്ല. ലിറ്റിലി ഇപ്പോഴും മനോഹരമായ ഒരിടമാണ് എന്നവൾക്ക് കാണിച്ചു കൊടുക്കലായിരുന്നു അവന്റെ ലക്ഷ്യം. അവൻ അവളെ അവിടുത്തെ ഓപ്പൺ എയർ മാർക്കറ്റിലേക്കും പഴയ അയൽക്കാരെ പറ്റിക്കാൻ കുട്ടിക്കാലത്ത് ചെയ്തിരുന്ന വികൃതികളിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. അവന്റെ ബൈക്കിന് പിന്നിലിരുന്ന് നഗരം ചുറ്റുന്നത് നിക്കി അക്ഷരാർത്ഥത്തിൽ ആസ്വദിച്ചു. അന്നൊക്കെ ജീവിതം എത്ര സിമ്പിളായിരുന്നു എന്നവൾ ആ നിമിഷം ഓർത്തു. ഒരു വലിയ നഗരത്തിൽ ജീവിക്കുന്നത് ഒരുപാട് അവസരങ്ങൾ നൽകുമെങ്കിലും ലിറ്റിലി നൽകുന്ന ഇതെന്റെ നഗരമാണ്, എന്റെ നാടാണ് എന്ന് തോന്നൽ മറ്റെവിടെയും തനിക്ക് കിട്ടിയിട്ടില്ല എന്നവളുടെ ഉള്ളിൽ തോന്നി. മഴയൊക്കെ നനഞ്ഞായിരുന്നു അന്നത്തെ അവരുടെ സ്കൂട്ടർ യാത്ര. തിരികെ എത്തിയപ്പോഴേക്കും ഇരുവരും പൂർണ്ണമായി നനഞ്ഞു. ലിയോയുടെ വീട്ടിലെത്തി അവർ വസ്ത്രം മാറാൻ തുടങ്ങി. ആ സമയം ലിയോയെ ഒന്ന് സെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നിക്കി ശ്രമിച്ചു. പക്ഷേ ലിയോ ആകട്ടെ അവളോട് ആദരവോടെ പെരുമാറാനായിരുന്നു ശ്രമിച്ചത്. നിക്കിയുടെ ഉള്ളിൽ അവനോടുള്ള അടങ്ങാത്ത പ്രണയവും പഴയ ഓർമ്മകളും നിറഞ്ഞു വന്നു. ഒടുവിൽ ഇത് തന്റെ ആഗ്രഹമാണെന്നവനെ ബോധ്യപ്പെടുത്തി അവർ തമ്മിൽ അന്ന് ശാരീരികമായിട്ടടുത്തു. ആ നിമിഷം തങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ജനിച്ചവരാണെന്ന തോന്നൽ ഇരുവരുടെയും ഉള്ളിലുണ്ടായി. പക്ഷേ തൊട്ടുപുറകെയാണ് നിക്കിക്ക് അവളുടെ ബോസിന്റെ കോൾ വന്നത്. അവളോട് കോമ്പറ്റ് ചെയ്യുന്ന ഷെഫ് മെനു അയച്ചുവെന്നും നിക്കി എന്താണ് അയക്കാത്തത് എന്നും ബോസ് ചോദിക്കുന്നുണ്ട്. നിക്കിയുടെ ഉള്ളൊന്ന് വിറച്ചു. ആ ഒരു നിമിഷത്തിൽ ലണ്ടനിലെ കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വന്നു. താൻ ഇവിടുന്ന് പോയേക്കാം, ലിയോക്കൊപ്പം അങ്ങനൊരു ദിവസം ചിലവിടേണ്ടിയിരുന്നില്ല എന്നവൾക്കപ്പോൾ തോന്നി. അവൾ അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവൻ അവളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അവൾക്കുറപ്പുണ്ടായിരുന്നില്ല. ലണ്ടനിലെ പ്രശസ്തമായ റെസ്റ്റോറന്റിലേക്ക് മടങ്ങണോ അതോ ലിയോയോടൊപ്പം ഇവിടെ നിൽക്കണോ എന്ന വലിയ ചോദ്യം അവളുടെ ഉള്ളിൽ അലയടിച്ചു. ലിയോ അടുത്തേക്ക് വന്നപ്പോൾ അവൾ മനസ്സ് തുറന്നു പറഞ്ഞു, ഞാൻ എന്റെ സമയം കളയുകയാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്നാൽ അച്ഛന്റെ കടയിൽ സാധാരണ ജോലി ചെയ്യേണ്ടി വരും. ലിയോ ചിലപ്പോൾ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടത് എനിക്ക് നോക്കി നിൽക്കേണ്ടി വരും. അവൾ വേദനയോടെ പറഞ്ഞു. അത്രനാളും താൻ ചെയ്തിരുന്ന കഠിനാധ്വാനം വെറുതെയാക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. ലണ്ടനിലെ തന്റെ ജീവിതത്തിലേക്ക് തിരികെ പോകാൻ അവൾ ഉള്ളുകൊണ്ട് കരുതി. അവരൊന്നിച്ചുണ്ടായ ആ കാര്യങ്ങൾ സാധാരണ രീതിയിൽ എടുത്താൽ മതി എന്നവൾ പറഞ്ഞപ്പോൾ അത് ലിയോയുടെ ഉള്ളിൽ വല്ലാത്തൊരു വേദനയുണ്ടാക്കിയിരുന്നു. കാരണം അപ്പോഴേക്കും അവനവളെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ടായിരുന്നു. ലിയോ വല്ലാതെ ദുഃഖത്തിലാണ്ടു. ഒടുവിൽ ആലോചിച്ചൊരു തീരുമാനമെടുത്തു. അവൾക്കതാണ് സന്തോഷമെങ്കിൽ അവൾ പൊക്കോട്ടെ, അവൻ മനസ്സിൽ കരുതി. ഇതേസമയം ലിയോയുടെ മാതാപിതാക്കൾ അവരുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുകയായിരുന്നു. കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല. പിസ്സ ഷോപ്പ് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ലിയോ പറയുന്ന ആശയങ്ങൾ കേൾക്കാനും അത് നടപ്പിലാക്കാനും ലിയോയുടെ അമ്മ ലിയോയുടെ അച്ഛൻ വിൻസിനോട് പറഞ്ഞു. ഉടനെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒക്കെ പ്രശ്നമാകും എന്നും അവർ വിൻസിനെ ഓർമ്മിപ്പിച്ചു. ആ സമയത്താണ് കാർലോ അങ്ങോട്ടേക്ക് വന്നത്. വൈകുന്നേരം എല്ലാവർക്കുമായി ഒരു കുടുംബ വിരുന്നുണ്ടെന്ന് കാർലോ അവരെ അറിയിച്ചു. എന്തിനാണ് ഈ വിരുന്നെന്ന് ആർക്കും മനസ്സിലായില്ലെങ്കിലും അതിൽ പങ്കെടുക്കാമെന്ന് അവരൊക്കെ പറഞ്ഞു. മറുവശത്ത് നിക്കി തന്റെ മുത്തച്ഛിയുടെ രഹസ്യ സോസ് ഇളക്കിക്കൊണ്ട് അതിലെ ആ നിഗൂഢ ചേരുവ ഏതാണ് എന്ന് ആലോചിക്കുകയായിരുന്നു. ഫ്രാങ്കയ്ക്ക് മാത്രമേ അതറിയുകയുമുള്ളൂ. നിക്കിയുടെ അമ്മ ഡോറ അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഡോറയും നിക്കിയും അന്ന് സംസാരിച്ചു. അച്ഛനുമായി അമ്മ എപ്പോഴും വഴക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് അമ്മ ഇവിടെ തുടർന്നത് എന്ന് അവൾ ചോദിച്ചു. ഡോറ പറഞ്ഞു, സാലുമായി എത്ര തർക്കങ്ങളുണ്ടായാലും അവനെ വിട്ടുപോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതായിരുന്നു ഡോറയുടെ മറുപടി. ലിയോയെപ്പറ്റി ആ നിമിഷവും നിക്കി ആലോചിച്ചു. നിക്കി ആശയക്കുഴപ്പത്തിൽ തുടരുകയാണ്. അപ്പോഴാണ് ഫ്രാങ്ക് അങ്ങോട്ടേക്ക് വന്നത്. സാലും ഡോറയും പുറത്തേക്ക് പോയ സമയത്ത് ഫ്രാങ്ക് നിക്കിയോട് സംസാരിച്ചു. തന്റെ രഹസ്യ ചേരുവ എന്താണ് എന്നവൾക്ക് മാത്രമായി പറഞ്ഞുകൊടുത്തു. എന്തോ വലിയ സന്തോഷം ഫ്രാങ്കക്ക് തോന്നുന്നുണ്ടായിരുന്നു. സാലും ഡോറയും തിരികെ എത്തിയപ്പോ അന്ന് വൈകുന്നേരത്തെ അത്താഴത്തിന്റെ കാര്യം ഫ്രാങ്ക് അവരെ അറിയിച്ചു. അത്താഴം ഒരുക്കിയ റെസ്റ്റോറന്റിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്തു. ആ റെസ്റ്റോറന്റിൽ തങ്ങളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് അപ്പോൾ സാലിനും ഡോറയ്ക്കും നിക്കിക്കും അറിയുകയില്ലായിരുന്നു. ഒടുവിൽ കൃത്യസമയത്ത് രണ്ട് കുടുംബങ്ങളും ഒരേ റെസ്റ്റോറന്റിലേക്ക് എത്തി. അവിടെ ഒന്നിച്ചു കണ്ടപ്പോ സാലും വിൻസും വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കാൻ തുടങ്ങി. അവർക്കിരിക്കാൻ വേണ്ടി ബുക്ക് ചെയ്തിരുന്നത് വലിയൊരു ടേബിൾ ആയിരുന്നു. എന്തായാലും എല്ലാവരും ഒന്നിച്ചിരുന്നു. നിക്കി ലിയോയുടെ അടുത്തായിരുന്നു ഇരുന്നത്. അസ്വസ്ഥത നിറഞ്ഞ ഒരു നിശബ്ദത അവിടെ ഉടലെടുത്തു. പക്ഷെ അത് ഭേദിച്ചുകൊണ്ട് ഫ്രാങ്കയും കാർലോയും തങ്ങൾ പ്രണയത്തിലാണെന്നും ഉടനെ തന്നെ ഒന്നിച്ചു ജീവിക്കാൻ തുടങ്ങുമെന്നും അങ്ങ് പ്രഖ്യാപിച്ചു.
ലിയോക്കും നിക്കിക്കും അതാദ്യം തമാശയായി തോന്നി. കാരണം അവരുടെ വീട്ടുകാർ ഇത് കേട്ടാകെ ഞെട്ടിയിരിക്കുകയാണ്. തങ്ങൾ സൗഹൃദത്തിലാണെന്ന വിവരമറിഞ്ഞാൽ അവരുടെ കുടുംബം തന്നെ തകരുമെന്നായിരുന്നു അവർ കരുതിയത്. പക്ഷെ ഇവിടെ മുത്തച്ഛനും മുത്തശ്ശിയും ചേർന്ന് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു. നിക്കിയും ലിയോയും മാത്രമായിരുന്നു അവരുടെ തീരുമാനത്തെ അഭിനന്ദിച്ചത്. മറ്റുള്ളവർ അപ്പോഴും ആ ഒരു ഷോക്കിലായിരുന്നു. സാലും വിൻസും അവരുടെ ശത്രുത അവസാനിപ്പിക്കണം എന്നെനിക്ക് പറഞ്ഞെങ്കിലും അവരത് കേൾക്കാൻ തയ്യാറായില്ല. ഒന്നും രണ്ടും പറഞ്ഞ് അവര് വീണ്ടും വഴക്കിടാൻ തുടങ്ങി. ഒടുവിൽ നിക്കിയെയും ലിയോയെയും അവരതിലേക്ക് വലിച്ചിഴച്ചു. അവരുടെ ഏരിയയിലെ അടുത്ത പിസ മത്സരം വരാനിരിക്കുകയാണ്. അതിൽ നിക്കിയും ലിയോയും തമ്മിൽ മത്സരിക്കണം എന്നാണ് അവർ തീരുമാനിച്ചത്. തോൽക്കുന്നവർ ലിറ്റിലിറ്റിലി വിട്ടുപോകണം. അതാണ് അവരുടെ ബെറ്റ്. നിക്കി അതിന് സമ്മതിച്ചതേയില്ല. താനൊരു പ്രൊഫഷണൽ ഷെഫാണെന്നും ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കില്ലെന്നും അവൾ പറഞ്ഞു. ലിയോക്ക് അത് കേട്ടതും തെല്ലൊരു ദേഷ്യം വന്നു. അവളോട് മത്സരിക്കാനും പ്രശ്നമൊക്കെ ഇതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്നൊക്കെയായിരുന്നു ലിയോ പറഞ്ഞത്. പക്ഷെ ഒന്നും രണ്ടും പറഞ്ഞ് അവർ തമ്മിലും വാക്കുതർക്കമായി. ഒടുവിൽ ലിയോയുടെ വാക്കുകൾ അവളെ പ്രകോപിപ്പിച്ചു. മത്സരത്തിന് തയ്യാറാണെന്ന് അവളും പറഞ്ഞു. ദേഷ്യത്തിനിടയിൽ അവർ ഒന്നിച്ച് ചെലവഴിച്ച സമയത്തിന്റെ കാര്യവും അവർ ഒന്നിച്ചുറങ്ങിയ കാര്യവും ലിയോ അവിടെ വെച്ച് പറഞ്ഞു. അതുകൂടിയായപ്പോ അക്ഷരാർത്ഥത്തിൽ നിക്കിക്ക് ലിയോയോട് വലിയ ദേഷ്യം തന്നെ തോന്നി. അവരുടെ കുടുംബവും അത് കേട്ട് ഞെട്ടിയിരുന്നു. പക്ഷേ ദേഷ്യത്തിനിടയിൽ ലിയോ ഒരു വാക്ക് പറഞ്ഞു. എല്ലായ്പ്പോഴും നീ തോക്കുക തന്നെയാ ചെയ്യുന്നത്. കഴിഞ്ഞ രാത്രിയും നീ നിന്റെ ശരീരം നൽകി എന്റെ മുമ്പിൽ തോറ്റതല്ലേ? അതെനിക്ക് സഹിക്കാനായില്ല. അവൾ അവന്റെ കരണം പുകച്ചു. ശേഷം മുത്തശ്ശിക്ക് ഒരിക്കൽ കൂടി ആശംസ നേർന്ന് അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോയി. തന്റെ വാക്കുകൾ കുറച്ച് കടന്നുപോയെന്ന് ലിയോക്കുടൻ തന്നെ മനസ്സിലായെങ്കിലും അപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു. അന്ന് രാത്രി ലിയോ വിഷമിച്ചിരിക്കുന്നത് അവന്റെ കൂട്ടുകാരൻ ലൂയിജി കണ്ടു. നിക്കി ഇപ്പോ തന്നെ ഒരുപാട് വെറുക്കുന്നുണ്ടാകും എന്ന മട്ടിൽ ലിയോ പറഞ്ഞപ്പോ ലൂയിജി അവനെ തിരുത്തി. ലിയോ, നീ എപ്പോഴും ഓരോ കാരണം കണ്ടെത്തി നിന്റെ ഫീലിംഗ്സിൽ നിന്ന് ഒളിച്ചോടുകയാണ്. നിക്കിയോട് ഒരിക്കലെങ്കിലും നീ നിന്റെ സ്നേഹം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. വൈകുന്നതിനു മുമ്പ് നീ അവളെ ചെന്ന് കാണ്. നിന്റെ ഉള്ളിലുള്ള കാര്യം അവളോട് തുറന്നു പറയ്. ലൂയിജി അവനെ ഉപദേശിച്ചു. മറുവശത്ത് നിക്കി ആകട്ടെ പള്ളിയിൽ പോയിരുന്ന് വിതുമ്പുകയായിരുന്നു. ഫ്രാങ്ക അവളെ കണ്ടു. ലിയോ തന്നെ വെറും ഒരു ശരീരമായി കണ്ടുവല്ലോ എന്നത് അവളെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു. ലണ്ടനിലെ ജീവിതത്തെക്കുറിച്ച് അവൾ സംസാരിച്ചപ്പോ അങ്ങോട്ടേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോ നിനക്കെന്താണോ സന്തോഷം നൽകുന്നത് അത് നീ തിരഞ്ഞെടുക്ക് എന്നായിരുന്നു അവളുടെ മുത്തശ്ശി പറഞ്ഞത്. അന്ന് ഫ്രാങ്കയോട് സംസാരിക്കുമ്പോ നിക്കിയെ താൻ പ്രണയിക്കുന്നുണ്ട് എന്ന കാര്യം ലിയോ ആദ്യമായി തുറന്നു സമ്മതിച്ചു. അടുത്ത ദിവസമായിരുന്നു പിസ മത്സരം നടക്കുന്നത്. രണ്ട് കുടുംബങ്ങളും തങ്ങളുടെ കടകളിൽ തയ്യാറെടുപ്പുകൾ നടത്തി. നിക്കിയും ലിയോയും പരസ്പരം സംസാരിച്ചതേയില്ല. മത്സരത്തിന്റെ ആദ്യഘട്ടം നടന്നു. അതിൽ ഇരുവരും വിജയിച്ചു. ഫൈനലിലേക്ക് എത്തിച്ചേർന്നത് നിക്കിയും ലിയോയുമായിരുന്നു. പക്ഷേ നിക്കി അതിനോടകം രഹസ്യമായ ഒരു തീരുമാനമെടുത്തിരുന്നു. താൻ എന്തായാലും ലണ്ടനിലേക്ക് പോകും. ലിയോ അവിടെ തുടരണം. ലിയോ സന്തോഷമായി ജീവിച്ചോട്ടെ. അതുകൊണ്ട് അവൻ വിജയിക്കണം. അതുകൊണ്ട് അവൾ മുത്തശ്ശിയുടെ രഹസ്യ സോസ് ലിയോയുടെ ബ്രെഡിനായി നൽകി. ലിയോ ആണെങ്കിൽ അതൊന്നും അറിയാതെ അതിൽ ഉപയോഗിച്ച് വിജയിക്കുകയും ചെയ്തു. പക്ഷേ നിക്കി തന്നെ വിജയിപ്പിച്ചതാണെന്ന് അപ്പോഴൊന്നും അവന് മനസ്സിലായതേയില്ല. ഒടുവിൽ ഒരു ജഡ്ജ് വന്ന് ലിയോയുടെ പിസയെ പുകഴ്ത്തി സംസാരിച്ചു. അത് പണ്ട് സാലനും വിൻസും ഒന്നിച്ച് കട നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന ആ പഴയ രുചിക്കൂട്ട് തന്നെയായിരുന്നല്ലോ എന്ന മട്ടിൽ അഭിപ്രായം പ്രകടിപ്പിച്ചു. ലിയോ അതിൽ നിന്നൊരു പിസ കഷ്ണം കഴിച്ചു. ആ നിമിഷം അവൻ ആ സത്യം മനസ്സിലായി. നിക്കി തനിക്ക് വേണ്ടി അവളുടെ വിജയം വിട്ടുതന്നതാണ്. തന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറുവാൻ, ഒരു പരിധിവരെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുവാൻ. ലിയോ നിക്കിയെ നോക്കി. പക്ഷെ നിക്കി അപ്പോഴേക്കും ലണ്ടനിലേക്ക് പോകുവാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു. ഇത്തവണ അവളെ വിട്ടുകളയാൻ അവൻ ഒരുക്കമായിരുന്നില്ല. അവന്റെ കുടുംബം അവനെ തടയാൻ നോക്കിയെങ്കിലും ലിയോ വിമാനത്താവളത്തിലേക്ക് വെച്ചുപിടിച്ചു. ഒടുവിൽ വിമാനത്താവളത്തിനകത്തെത്തി ഒരു തരത്തിൽ ലിയോ നിക്കിയെ കണ്ടു. അവിടെ വെച്ച് തന്റെ ഫീലിംഗ്സ് മുഴുവൻ വളരെ ആത്മാർത്ഥമായി അവൻ അവളോട് തുറന്നു പറഞ്ഞു. സ്വന്തമായി താൻ പിസ്സ ഷോപ്പ് തുടങ്ങാൻ പോകുന്ന കാര്യം തന്റെ അച്ഛനോട് താൻ പറഞ്ഞുവെന്നും അവൻ വെളിപ്പെടുത്തി. നിക്കിക്ക് ആദ്യം ഇതൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ ലിയോയുടെ സത്യസന്ധതയും ആത്മാർത്ഥമായി പരസ്യമായി അവൻ തന്റെ തെറ്റേറ്റു പറഞ്ഞതും മാപ്പപേക്ഷിച്ചതും പ്രണയം തുറന്നു പറഞ്ഞതും അവളുടെ മനസ്സിനെ സ്വാധീനിച്ചിരുന്നു. അവൾ അവന്റെ പ്രണയം സ്വീകരിച്ചു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവർ പരസ്പരം ചുംബിച്ചു. അപ്പോഴേക്കും അവരുടെ കുടുംബവും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. അവർ തമ്മിലുള്ള പ്രശ്നവും ഏറെക്കുറെ പരിഹരിക്കപ്പെട്ട നിലയിലായിരുന്നു. വിൻസും സാലും പണ്ടെന്തിനാണ് പ്രശ്നമുണ്ടാക്കിയത് എന്ന കാര്യം നിക്കി ചോദിച്ചു. അതറിയണമെന്ന് നിർബന്ധം പിടിച്ചു. ഒടുവിൽ അവരത് വെളിപ്പെടുത്തി. അന്ന് ആ പ്രശ്നമുണ്ടായ ആ മത്സരത്തിൽ മത്സരം ജയിച്ചപ്പോൾ ആ പിസയ്ക്കാരുടെ പേര് നൽകണം
നൽകണം എന്നവർ തമ്മിൽ ഒരു തർക്കമുണ്ടായി. സാലിന് തന്റെ അമ്മയുടെ പേരും വിൻസിന് തന്റെ അച്ഛന്റെ പേരും നൽകണമെന്നായിരുന്നു. അതിന്റെ പേരിൽ അവർ വഴക്കിട്ട് ഒടുവിൽ ഇരുവരും സമ്മതിക്കാതെ വന്നപ്പോഴാണ് അവർ തമ്മിൽ പിരിഞ്ഞതും അത്രനാൾ മിണ്ടാതെ അത്ര വലിയ വഴക്കിലേക്ക് കാര്യങ്ങൾ പോയതും. അത് വെറും ഒരു നിസ്സാര കാര്യമായിരുന്നു എന്നവരുടെ മാതാപിതാക്കളും മറ്റുള്ളവരും ചേർന്ന് അവരെ ബോധ്യപ്പെടുത്തി. ഒടുവിൽ അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് സമാധാനത്തിലേക്കും എത്തിച്ചേർന്നു. എല്ലാം ശുഭകരമായി അവസാനിക്കുകയായിരുന്നു. കുറച്ചു നാളുകൾ കഴിഞ്ഞ് ഫ്രാങ്കയും കാർലോയും വിവാഹിതരായി. നിക്കിയും ലിയോയും ഒന്നിച്ച് പുതിയൊരു ഷോപ്പ് തുടങ്ങി. പിസ ഓർഗാനിക്ക എന്നവർ അതിന് പേരിട്ടു. അവിടെ വെച്ചായിരുന്നു വിവാഹാഘോഷം. നിക്കിയുടെ പഴയ ബോസ് അവരുടെ കടയിലെത്തി ക്ഷണം സ്വീകരിച്ചെത്തിയതാണ്. ബോസ് അവരുടെ പിസ ആസ്വദിച്ചു. അതിന്റെ രുചി അവർക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. ലണ്ടനിൽ അവരുടെ ഈ പിസയുടെ ഫ്രാഞ്ചൈസികൾ തുടങ്ങാൻ അവർ നിർദ്ദേശിച്ചു. താൻ പിന്തുണയ്ക്കാമെന്നും പറഞ്ഞു. അവരുടെ ജീവിതം മെച്ചപ്പെടാൻ ആരംഭിക്കുകയായിരുന്നു. ലിയോയെ വിവാഹം കഴിച്ചതിലും ലിറ്റിൽ ഇറ്റലിയിൽ തുടരാൻ തീരുമാനിച്ചതിലുമുള്ള തന്റെ തീരുമാനം ശരിയായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. അവൾ അത്യധികം സന്തോഷിക്കുന്നുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.